പന്ത് തട്ടാൻ അവസരം പോലും ഇല്ലാതിരുന്നൊരു പെൺകുട്ടി ഇന്ന് ആദിവാസി ഗ്രാമങ്ങളിലെ പെൺകുട്ടികളുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ചിറകേകുകയാണ്. പശ്ചിമബംഗാളിലെ ബാങ്കുരയിൽ സാരിയുടുത്ത് ഫുട്ബോൾ പരിശീലിപ്പിക്കുന്ന ഭാരതി മുദിയുടെ ജീവിതമാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ശ്രദ്ധ നേടുന്നത്. बस लड़की लोगों को मैंने बोला जे तुम लोग फुटबॉल खेलोगी तो बोला हाँ खेलोगी. हम बोली കോച്ചിംഗ് ലൈസൻസ് ഇല്ല, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇല്ല, അത്യാധുനിക സൗകര്യങ്ങളില്ല, ട്രാക്കും ബനിയനുമില്ല. സാരിയുടുത്ത് കളത്തിലെത്തുന്ന പരിശീലക. കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടെങ്കിലും തന്റെ കീഴിൽ പരിശീലിച്ച 18 പെൺകുട്ടികളെ സംസ്ഥാന ടീമിലെത്തിച്ചിരിക്കുകയാണ് ഭാരതി മുദി. സ്വന്തം സ്വപ്നം നഷ്ടമായപ്പോൾ മറ്റുള്ളവരിലൂടെ അതേ സ്വപ്നം പൂവണിയിക്കുകയാണ് ഭാരതി. സ്വന്തം ഫുട്ബോൾ സ്വപ്നം സാക്ഷാത്കരിക്കാനാകാതെ പോയതോടെയാണ് ഭാരതി മറ്റൊരു വഴി തെരഞ്ഞെടുത്തത്. 2009 സ്വന്തം ഗ്രാമത്തിൽ പെൺകുട്ടികൾക്കായി സൗജന്യ ഫുട്ബോൾ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. 1 രൂപ പോലും ഫീസ് വാങ്ങാതെ ആദിവാസി മേഖലയിലെ പെൺകുട്ടികൾക്ക് പരിശീലനം ലക്ഷ്യമിട്ടായിരുന്നു തുടക്കം. ഇന്ന് 25ഓളം പെൺകുട്ടികളാണ് ഇവിടെ പരിശീലനം നേടുന്നത്. പാസിംഗ് മുതൽ ഷൂട്ടിംഗ് വരെ കളിയുടെ എല്ലാ അടിസ്ഥാനങ്ങളും ഭാരതി നേരിട്ട് പഠിപ്പിക്കുന്നു. കളിക്കൊപ്പം ആത്മവിശ്വാസവും ജീവിതധൈര്യവും കുട്ടികളിൽ വളർത്തുകയാണ്. ഭാരതിയുടെ പരിശീലനത്തിൽ വളർന്ന 18ലധികം പെൺകുട്ടികൾ ബംഗാൾ സംസ്ഥാന ടീമിനെ പ്രതിനിധീകരിക്കുകയും ദേശീയ മത്സരങ്ങളിൽ കളിക്കുകയും ചെയ്തിട്ടുണ്ട്. കായിക ക്വാട്ടയിലൂടെ പലർക്കും സർക്കാർ ജോലിയും ലഭിച്ചു. ഭാരതിയുടെ മകൾ താനിയ മുദിയും അമ്മയുടെ ശിഷ്യയായിരുന്നു. പിന്നീട് ഫുട്ബോൾ റഫറിയായി. പന്ത്, ബൂട്ട്, ജേഴ്സി എന്നിവയ്ക്കുള്ള ചെലവെല്ലാം വർഷങ്ങളായി ഭാരതിയും ഭർത്താവും ചേർന്നാണ് വഹിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരു പെൺകുട്ടിയെയും പണമില്ലാത്ത കാരണത്താൽ അവർ മടക്കി അയച്ചിട്ടില്ല. പേരിന് മാത്രം ഭക്ഷണം കഴിച്ചാണ് പല ദിവസങ്ങളിലും പരിശീലനത്തിനെത്തിയതെന്ന് ശിഷ്യർ ഓർക്കുന്നു. അത്തരം ദിവസങ്ങളിലും പരിശീലനം മുടക്കരുതെന്ന് പ്രോത്സാഹിപ്പിച്ചത് ഭാരതിയായിരുന്നു. ഒരു ദിവസം തന്റെ ഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ലോകവേദിയിൽ കളിക്കുന്നതാണ് ഭാരതിയുടെ ഏറ്റവും വലിയ സ്വപ്നം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.